നമസ്കാരമുണ്ട്. കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക, അതിദ്രുതം. അവിടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഈ ഹെൽപ്പറായിട്ട് നിൽക്കണവൻ തൊട്ട് ഹോട്ടലിലെ മാനേജർ, ബസ് കണ്ടക്ടർ, ഓട്ടോറിക്ഷ ഡ്രൈവർ ഒക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മലയാളിനെ കാണിച്ചു തരും. ചെറുപ്പക്കാരാണ്, അൺമാരീഡ്. ഇവരൊക്കെ അവിടെ ജീവിക്കണത് വേശികൾ അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ ബലാത്സംഗം ക്രൈം റേറ്റ് എത്ര ആകുമെന്നായിരിക്കും പറയാൻ പറ്റുക. എന്നിട്ടും ഇപ്പം വരുമ്പോൾ ഒരു അജിഷ അതിനൊരുത്തം പോയി കൊന്നു, ബലാത്സംഗം ചെയ്തു. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം കൊച്ചിയിലുണ്ട് ഒരു കൗൺസിലർ. ഈ കൗൺസിലറിന് വൈകുന്നേരം കാറെടുത്ത് അവിഹിതം പിടിക്കാൻ പോണ പണിയാണ്. ഒരു കൗൺസിലർക്ക് എന്തൊക്കെ പണിയുണ്ട് ഒരു നഗരത്തിൽ, അത് കൊച്ചി പോലത്തെ നഗരത്തിൽ. നല്ലൊരു മഴ പെയ്താൽ മുട്ടറ്റം വെള്ളം. എന്നിട്ട് ഒരു വൈകുന്നേരം കാറെടുത്ത് കറങ്ങുക, അവിടെ അവിഹിതമുണ്ടോ, ഇവിടെ അവിഹിതമുണ്ടോ. എന്നിട്ട് അവർ എന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുക വാർത്താ ചാനലിൽ. ഞാനവിടെ പോയപ്പോൾ അത് കണ്ടു, ഇത് കണ്ടു. ഓരോ മെട്രോ പില്ലറിൻ്റെ ചുവട്ടിലും ഒരു ഇത്ര നമ്പറിൽ ചിലപ്പോൾ ഡയാനായിരിക്കും, 612 ചിലപ്പോൾ ലിസി ആയിരിക്കും നിൽക്കണേ, 620 അവിടെ ഗായത്രി അയക്കും. എന്നിട്ട് ഫോൺ വിളിച്ച് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പോയിക്കോട്ടെ, കാശുള്ളവർ പോയി കുഴപ്പം മാറ്റട്ടെ. അല്ല, ഇവരൊക്കെ പറഞ്ഞു വരണത് എന്താ? ഈ ആണുങ്ങളുടെ സാമാനം എണീറ്റ പോയി വാണടിച്ചിട്ട് നാട്ടിലെ സദാചാരം കീപ്പ് ചെയ്യണമെന്നാ? പുരുഷൻ്റെ അവകാശമല്ലേ ലൈംഗിക സുഖം അനുഭവിക്കുക എന്നുള്ളത്? പെണ്ണ് കിട്ടാനില്ല, പെണ്ണുങ്ങൾ കല്യാണത്തിന് തയ്യാറല്ല. വേശികളുടെ അടുത്ത് പോട്ടെ. പിന്നെ ഇവർ പറഞ്ഞ ന്യായം, ഇവർ പുറത്തിറങ്ങുമ്പോൾ ഇവരോടും ചോദിക്കും പോരണമെന്ന്. കൗൺസിലറല്ലേ, ഒരു പ്രത്യേക ഏരിയയിൽ ഈ കൂട്ടരെ ആക്കി കൊടുക്ക്, അവിടെ ഇതിനുള്ള പെർമിഷൻ കൊടുക്ക്. അല്ലാണ്ട് അവിഹിതമുണ്ടോ എന്താ ഇവർ ഉദ്ദേശിക്കണേ? എന്നിട്ട് പറഞ്ഞാൽ ഇവർ തമ്മിൽ അടി കൂടിയിട്ട് കഴുത്തിന് കടിച്ച് കൗളിന് കടിച്ച് വേശ്യപ്പെണ്ണുങ്ങൾ തമ്മിൽ അതെല്ലാ മേഖലകളിലും ഉണ്ട്. നിയമിക്കുന്ന ആൾക്കാർ തമ്മിൽ അടിക്കണല്ലേ, ഇറച്ചിക്കടക്കാർ തമ്മിൽ അടിക്കണല്ലേ, വക്കീൽമാർ തമ്മിൽ തല്ലണല്ലേ, എന്തിനീ കൗൺസിലർമാർ തമ്മിൽ അടിക്കണല്ലേ. അതിലൊക്കെ പോലീസിന് ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പരസ്പര സമ്മതത്തോടുകൂടി അവിഹിതം ചെയ്ത ഏത് പോലീസിനെ പിടിക്കാൻ പറ്റണേ? പണമിടപാട് നടത്തിയെന്ന് തെളിയിക്കണം. ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ പൈസയൊന്നും വാങ്ങിയിട്ടില്ലെന്നാണ് പെണ്ണും പറഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ പൈസ കണ്ടു, അത് ഞാൻ കടം വാങ്ങിയതാ, അതവിടെ തീർന്നു. അപ്പോൾ ഈ അവിഹിതം പിടിക്കാൻ നടക്കാണ്ട് ഇത്ര ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സിറ്റി തെക്കേ ഇന്ത്യയിലില്ല, കൊച്ചി പോലെ. തുറമുഖവും എല്ലാം കൊണ്ട്. പണ്ട് കൊച്ചിയിലെ സ്ഥിതി എന്താണെന്നറിയാം? നല്ല നല്ല തറവാടിച്ചുകളുണ്ട്. അന്ന് കൊടുക്കും, മർച്ചൻ്റ് നേവിക്കാർക്കേ കൊടുക്കുള്ളൂ. അങ്ങനെ, അതായത് മർച്ചൻ്റ് നേവിയുടെ ഷിപ്പ് വരുമ്പോൾ ആ ഷിപ്പിൽ എങ്ങനെയായാലും എറണാകുളത്ത് അന്ന് ഒരുപാട് മർച്ചൻ്റ് നേവിക്കാരുണ്ട്. ഈ കലൂർ, കത്തറിക്കടവ്, ഇളമക്കര ഭാഗത്തൊക്കെ മർച്ചൻ്റ് നേവിക്കാർ, പേര് കേട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ബ്രിട്ടീഷ്, അയർലൻഡ്, US, ഫ്രഞ്ച് പല നാവികരും വരും കൊച്ചിയിൽ. അപ്പോൾ അവിടെ സദ്യയും ഈ ഇത്ര കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ കളിച്ച് പ്രാക്ടീസുള്ള യുവന്മാർക്ക് ഇവിടെ വന്ന് സാരിയൊക്കെ കൊടുത്തൊരു ശാലിനെ സുന്ദരിനെ കളിക്കണം. അപ്പോൾ യുവന്മാർ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഉണ്ട് ഇതേപോലെ കുലസ്ത്രീകൾ, അതായത് തറവാടിച്ചുകൾ കൊടുക്കും, നേവിക്കാർക്ക് കൊടുക്കുള്ളൂ. നല്ല പണം കിട്ടും. വലിയ കമ്പനീൻ്റെ ഷിപ്പാണെങ്കിൽ ഭയങ്കര ലക്ഷങ്ങൾ ആയിട്ടാണ് അവർ കൊച്ചി പോർട്ടിൽ കാലെടുത്ത് വെക്കണത്. ഇതൊക്കെ അടിച്ച് മാറ്റും. വേറെ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളെത്ര കാര്യങ്ങളല്ല, എത്ര പേര് പണം സമ്പാദിച്ചിട്ടുണ്ട് കൊച്ചിയിൽ അന്നും ഉണ്ട്, വെടി ഇന്നും ഉണ്ട്. ആരും കരയണ്ട. എന്നിട്ട് ഈ കൗൺസിലർ പിന്നെ വേറൊരു സംഭവം കണ്ടുപിടിച്ച്, അതാണ് രസം. ഒരു പെൺകുട്ടി, ഞാൻ പുറകെ ചെല്ലുമ്പോൾ ആ കുട്ടി ഓടുകയാണ്. അവൾക്കൊരു 14 വയസ്സുണ്ടാവുള്ളൂ. മണിപ്പൂരുകാരിയാണ്. ഇവർക്കറിയാം ത്രിപുര, ആസാം, മണിപ്പൂർ, പിന്നെ അങ്ങോട്ട് പോയ മ്യാൻമാർ, നേപ്പാൾ, ഈ വക സ്ഥലത്തൊക്കെയുള്ള പെൺകുട്ടികളാണ്. 30 വയസ്സ് 35 വയസ്സുണ്ടെങ്കിൽ 14 വയസ്സെത്ത് വന്നിക്കോളൂ. നമ്മുടെ കേരളത്തിലെ കണ്ണും കൊണ്ട് അവരുടെ വയസ്സളക്കാൻ പറ്റില്ല. ഇവർ വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങണം. ഞാൻ കാറിന് പോകുമ്പോൾ അത് കണ്ടു, കാറിന് പോകുമ്പോൾ ഇത് കണ്ടു. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോണത്? അന്ന് ഇതിനൊരു പരിഹാരം പറഞ്ഞുകൊണ്ടാണ്. സാമാനം എണീറ്റാൽ ഇവരെന്ത് ചെയ്യും? ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഒരു പെണ്ണിനോട് ലൈംഗിക ബന്ധം പുലർത്താൻ ഒരു പുരുഷൻ്റെ ഒരു ആഗ്രഹം. അവൻ്റെ അടുത്ത് പണമുണ്ട്, കൊടുക്കാൻ പെണ്ണുങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ
കൗൺസിലർക്ക് എന്താണ് അവിടെ റോള്? കൊച്ചി പഴയ കൊച്ചിയല്ല. ഇനി ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ സമയത്താണ് ഞാൻ ചെന്നൈ താമ്പരം എന്ന് പറയുന്ന സ്ഥലത്ത് എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഗേറ്റിൻ്റെ അവിടെ, അതായത് മെയിൻ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് താമ്പരം റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. മെയിൻ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. മെയിൻ റോഡിൽ നിന്നൊരു റോഡ് എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ടുണ്ട് ഒരു റോഡ്. അവിടെ വരെ പോയിട്ട് ആ റോഡ് അവസാനിക്കും. പിന്നെ ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ മിലിറ്ററി വാഹനങ്ങൾ അങ്ങനത്തെയൊക്കെ കയറ്റുള്ളൂ. കാൽനടക്കാരായാലും ഓതറൈസ്ഡ് പേഴ്സണേ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. ഗേറ്റിൻ്റെ അവിടെ വരെ നമുക്ക് പോകാം. അപ്പോൾ ഗേറ്റിൻ്റെ ഇപ്പുറത്തെ റോഡിൻ്റെ സൈഡിൽ ഒരു കട എന്ന് പറഞ്ഞാൽ കൂൾ ഡ്രിങ്ക്സ്, പിന്നെ കോഫി, ചായ, ചെറിയ കടികൾ, സിഗരറ്റ് ഒക്കെ വിൽക്കുന്ന ഒരു കട. അത്യാവശ്യം ആൾക്കാർ വന്ന് പോകണ കട. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാൻ. ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പം എൻ്റെ 2 പെൺകുട്ടികൾ വന്ന് അവളുടെ ഡ്രസ്സ് കാണാം. ഒരു നല്ല ഐറ്റം പറ്റുള്ള ഇട്ടൊക്കെ ട്രൗസറുണ്ട്. ഷഡിനേൽ ഇച്ചിരി കൂടി വലിപ്പമുള്ളൂ. അതായത് ഈ ബാസ്ക്കറ്റ് ബോളൊക്കെ കളിക്കുന്ന പെണ്ണുങ്ങളില്ലേ, വിദേശികൾ, അത്രയല്ല ട്രൗസർ ഇറക്കാൻ പറഞ്ഞ ടീഷർട്ട്. ഇവളുടെ സാധനമൊക്കെ ഉണ്ടല്ലോ ലാമിനേറ്റ് ചെയ്ത് വെച്ചേക്കണം പോലെ നല്ല തിക്കായിട്ട് ഇങ്ങനെ കാണാം. ഞാൻ മാത്രം അങ്ങോട്ട് നോക്കില്ല, അവിടുത്തെ ലോക്കൽ ചെക്കന്മാർ കൂടി അത് മൈൻഡ് ചെയ്യണില്ല. ഒപ്പമുള്ള പെണ്ണാണെങ്കിൽ അതിലേറെ ചെറിയ നിക്കറും അതിസുന്ദരിയും. എന്നിട്ട് ഇവർ വന്നിട്ട് വാങ്ങണ എന്താ, തണുത്ത സോഡ, നാരങ്ങേൻ്റെ പീസ്, മിർച്ചി, പച്ചമുളക്, എന്തിനാ ഓടി കഴിക്കണം. ഇപ്പം മറ്റേ പെണ്ണ് ഈ നാരങ്ങ മേടിച്ചവളോട് പറഞ്ഞത് എനിക്കത് വേണ്ട, മറ്റേ ഹോട്ട് മതി, ഞാൻ പെപ്സി വാങ്ങാം. ഇവിടെ അവിടുത്തെ ഒരു ചെക്കന്മാരും ആ പെണ്ണുങ്ങളെ നോക്കല്ല. കാരണം അവിടെ പ്രായമായ ആണുങ്ങൾക്ക് പെണ്ണിനെ കിട്ടും. ചെറുങ്ങനെ സാധനം എണീച്ചാൽ ചെന്നൈ നഗരത്തിൽ പെണ്ണിനെ പൈസക്ക് കളിക്കാൻ കിട്ടും. ഈ രംഗം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒളിഞ്ഞ് നിന്ന് വീഡിയോ പിടിക്കും. ഇവളുടെ ട്രൗസറും ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ പിടിക്കും. കയ്യിലെ കുപ്പി കാണിക്കും, നാരങ്ങേൻ്റെ കഷ്ണം കാണിക്കും. ഇവളൊക്കെ അച്ഛനും അമ്മയില്ലേ, മറ്റുള്ള കുട്ടികളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന കശ്മല സ്ത്രീകൾ, അമ്മമാരില്ലേ, ആങ്ങളമാരില്ലേ, എല്ലാ കുടുംബക്കാരും ഇറങ്ങും. അവിടെ ഇപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടി ഒരു പൂച്ച നടന്നു പോയി. ആ പൂച്ച ഒരു പൂച്ച അത്രേ ഉള്ളൂ. അതോടുകൂടി അത് കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാർക്ക് അത്രയുള്ള ഇങ്ങനത്തെ കുട്ടി ഉടുപ്പിട്ടാൽ മതി. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ പെണ്ണെ കിട്ടാനുള്ള രംഗങ്ങളും കാണാ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ അതേ വേഷം ഇട്ട് കൊച്ചി നഗരത്തിൽ കൂടി ഒരു പെണ്ണ് പോവുകയാണെങ്കിൽ അനവധി ചെറുപ്പക്കാരെ ചുക്കളന്ന് നിലത്ത് വീഴും. അനവധി തലകൾ വീഴുള്ളൂ. അത് കൗൺസിലർ ഔഹിതം പിടിക്കാൻ നടക്കുക. കൊച്ചി നഗരത്തിൽ വേശികളില്ലെങ്കിൽ കൊച്ചിൻ്റെ കഥ പറയാൻ പറ്റില്ല. ഈ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ഇവന്മാർക്ക് സാമാനം ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ പക്കാ ക്രിമിനലുകളുണ്ട് ഈ കൂട്ടത്തിൽ. എന്തും ചെയ്യാൻ മടിയില്ലാത്ത നമ്മുടെ നാട്ടുകാർക്ക് പിന്നെ ഒരു പേടിയും ഭയവും പെണ്ണുങ്ങളോടൊരു റെസ്പെക്റ്റൊക്കെ ഉണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് എന്താ, അവൻ്റെ അടുത്തൊരു ആധാർ കാർഡുണ്ട്, മൊബൈലെടുത്ത് വലിച്ചെറിഞ്ഞങ്ങോട്ട് കളഞ്ഞ് ബലാത്സംഗം കഴിഞ്ഞ് അവനങ്ങനെ ട്രെയിൻ കയറി അവനെ എവിടെ നിന്നാണ് പിടിക്കുക. പിന്നെ ലോട്ടറി അടിച്ച പോലെ ചിലപ്പോൾ കേരള പോലീസ് പിടിക്കും. അപ്പോൾ അതൊക്കെ കുറേ ഒഴിവായി കിട്ടാനാണ്. മെട്രോൻ്റെ തൂണിൻ്റെ അവിടെ 218 ലിസി നിൽക്കണ്ടോ, ആരെങ്കിലും എവിടെയെങ്കിലും നിന്നോട്ടെ കൗൺസിലറെ, സംഭവം നടന്നോട്ടെ. അതൊന്നും ഇല്ലെങ്കിൽ കൊച്ചി പഴയ കൊച്ചിയല്ല കേട്ടോ. ഞാൻ വാൺ ചെയ്തില്ല എന്ന് വേണ്ട. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് എന്തോ മഹാപാപമാണ്. ഏതോ പാപി ധരിപ്പിച്ച് വെച്ചേക്കണം. ദൈവമേ, കൊച്ചി പഴയ കൊച്ചിയല്ല, വന്നുകൂടിയ ആൾക്കാരാണ് കൂടുതലും. ഒന്നും പറയാൻ പറ്റില്ല. ബാറിൽ വരെ പെൺകുട്ടികളിൽ ഇരുന്ന് അടിക്കണം ഞാൻ കാണലുണ്ട്. അതിനൊക്കെ ആരും കരഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സദാചാരം ഒത്തിരി കൂടുതലാണ്. ഒരു മാഷ് ഇപ്പോഴും സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞ അധ്യയന വർഷം ഇറങ്ങിയതാണ്. 38 കൊല്ലത്തെ സർവീസ് ഉണ്ട് ഇയാൾക്ക്. അതിൽ 8 കൊല്ലം ഹെഡ് മാഷായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ ഒരു സെക്കൻഡ് മാഷിൻ്റെ റൂമിലേക്ക് മുടി നീട്ടി വളർത്തിയെന്ന് പറയും. ഇയാളെന്ത് ചെയ്ത് ഈ കുട്ടീനെ മറ്റുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് ഇൻസൾട്ട് ചെയ്ത് മുടി വെട്ടിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ കുട്ടീൻ്റെ ഫാമിലി എന്ത് ചെയ്ത് ബാലാവകാശ കമ്മീഷനും കളക്ടർക്കും വിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ കണ്ട് പരാതി കൊടുത്ത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം റിട്ടയർഡ് ആളിപ്പോൾ ഓരോരോ ചൈൽഡ് വെൽഫെയർ ഇങ്ങനത്തെയൊക്കെ ഇതിൻ്റെ കൊലയിൽ കയറി നിരങ്ങുകയാണ്.
കുട്ടീൻ്റെ മുടിയാണല്ലോ ഇപ്പം നാട്ടിലെ വലിയ പ്രശ്നം. അവൻ്റെ ഇഷ്ടത്തിന് മുടി നീട്ടി വളർത്താൻ അവൻ വളർത്തിക്കോട്ടെ. കുട്ടികളുടെ ക്യാരക്ടറാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. കുട്ടികളെ ചേർത്ത് പിടിച്ചാൽ കുട്ടികൾ ഒരു അലമ്പും കാട്ടില്ല. ഇത് ഇവരുടെ ഈഗോയും കഴപ്പും മാറ്റിയത്. അവൻ്റെ മുടി അവനൊന്ന് ഹെഡ് മാഷ് കൊണ്ട് പിടിപ്പിക്കുക. ഹെഡ് മാഷ് ഇപ്പോൾ മൂഞ്ചി ഒരു കൊല്ലമായിട്ട് കളക്ടറുടെ കോലായാലും ബാലാവകാശത്തിൻ്റെ പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ ഓഫീസിൽ നിരങ്ങുക. വല്ല കാര്യമുണ്ട്? ഇവിടുത്തെ ഒരു മുടിഞ്ഞ കോണത്തിലെ സദാചാരം നന്നാകൂല. നമസ്കാരം.